നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ നമുക്ക് ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ആവശ്യം കഴിഞ്ഞ് നമ്മൾ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യും. എന്നാൽ ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാതെ നമ്മുടെ മൊബൈൽ ഫോണിൽ കുത്തി നിറക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കുറയും. അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകും. മൊബൈൽ ഡാറ്റയും പെട്ടെന്ന് തീർന്നു പോകും. ചില ആപ്പുകൾക്ക് ഇൻ്റർനെറ്റ് ആവശ്യമാണ്, ചില ആപ്പുകൾക്ക് അധികം ബാറ്ററിയും ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുകയും മാത്രമല്ല ആപ്പുകൾ ഒരുപാട് നമ്മുടെ മൊബൈൽ ഫോണിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം ഉപയോഗിക്കും. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡും കുറയും. ഇതൊക്കെയാണ് അതിന് കാരണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. എന്നാൽ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ നമുക്ക് നൽകുന്ന ചില സിസ്റ്റം ആപ്പുകളുണ്ട്. മൊബൈൽ കമ്പനികൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് ആപ്പുകൾ, അത്തരം ആപ്പുകൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം ആപ്പുകൾ എങ്ങനെ നമുക്ക് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പ്രത്യേകിച്ച് വില കുറഞ്ഞ മൊബൈൽ ഫോണുകളൊക്കെ വാങ്ങുന്ന ആളുകൾ അവരുടെ മൊബൈൽ ഫോണും തുറന്നു നോക്കി ഒരുപാട് ആപ്പുകൾ കുത്തി നിറക്കപ്പെട്ടിട്ടുണ്ടാവും. അവർ നമ്മളിൽ നിന്ന് വില കുറച്ച് അത്ര മൊബൈലുകൾ വിൽക്കുന്നത് ഈ ആപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് പരസ്യം വാങ്ങിക്കൊണ്ടാണ്. അപ്പോൾ അത്തരം ആപ്പുകൾ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ആപ്സ് എന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ എന്ന് കാണും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ. ഞാൻ ഉപയോഗിക്കുന്നത് ഓപ്പോ മൊബൈൽ ഫോണിൽ ആപ്സ് എന്നാണ് കാണുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് കാണും. ചില മൊബൈൽ ഫോണിൽ സിസ്റ്റം ആപ്പ് എന്ന് ഒരു പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ ഈ ഒരു ആപ്പ് മാനേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ സിസ്റ്റം ആപ്പുകളും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളൊക്കെ കാണാൻ സാധിക്കും. ഇതിൽ സിസ്റ്റം ആപ്പുകൾ ഇപ്പോൾ ഞാനിവിടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ അൺഇൻസ്റ്റാൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്നാൽ സിസ്റ്റം ആപ്പുകൾ ഇപ്പോൾ ഞാനൊരു സിസ്റ്റം ആപ്പ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഒരു സിസ്റ്റം ആപ്പ്. ഇതൊരു ഉപകാരമില്ലാത്ത ആപ്പാണ്. നമ്മുടെ മൊബൈൽ ഫോണിൽ വെറുതെ നമ്മുടെ ബാറ്ററിയും ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കും ഇത്തരം ആപ്പുകൾ. അപ്പോൾ ഇത് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പുകളാണെങ്കിൽ ഇവിടെ അൺഇൻസ്റ്റാൾ എന്ന് കാണും. പക്ഷേ ഇത് സിസ്റ്റം ആപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ അൺഇൻസ്റ്റാൾ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇത്തരം ആപ്പുകൾ നമുക്ക് ആവശ്യമില്ലാത്ത സിസ്റ്റം ആപ്പുകൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റോറേജ് ആൻഡ് യൂസേജ് എന്ന് കാണും. ചില മൊബൈൽ ഫോണിൽ ക്ലിയർ ഡാറ്റ എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഈ മൊബൈൽ ഫോണിൽ ക്ലിയർ ഡാറ്റ എന്നുള്ള പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഇതിൽ ഡാറ്റ അങ്ങ് ആദ്യം ക്ലിയർ ചെയ്യുക. അതിനുശേഷം ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡിസേബിൾ എന്നൊരു ഓപ്ഷൻ കാണും. ഈ ഒരു ആപ്പിന് അൺഇൻസ്റ്റാൾ ഓപ്ഷൻ ഉണ്ടാകില്ല. ഇവിടെ ഡിസേബിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണുന്ന ഡിസേബിൾ ആപ്പ് ഒന്ന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ചോദിക്കും. അത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഇതാ ഇവിടെ കാണാൻ ഡിസേബിൾ എന്ന് കണ്ടതിപ്പോൾ എനേബിൾ എന്നാണ് കാണുന്നത്. അപ്പോൾ ഇനി ഈ ഒരു ആപ്പ് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യമുള്ളതാണെങ്കിൽ ഇവിടെ നേരത്തെ നമ്മൾ ഡിസേബിൾ ചെയ്തെടുത്ത് എനേബിൾ എന്ന് കാണും. ഇത് ക്ലിക്ക് ചെയ്തെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ സിസ്റ്റം ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം ഇങ്ങനെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കുള്ള മൊബൈൽ ഡാറ്റയും ബാറ്ററിയും ഒന്നും ഉപയോഗിക്കില്ല. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ റാം ഉപയോഗിക്കില്ല. വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് സിസ്റ്റം ആപ്പുകളൊക്കെ ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. എല്ലാ സിസ്റ്റം ആപ്പുകളും ഇങ്ങനെ ചെയ്യരുത്. പ്ലേ സ്റ്റോർ പോലുള്ള ആപ്പുകൾ ചെയ്യരുത്. അത്യാവശ്യമുള്ള ആപ്പുകളാണ്. അപ്പോൾ ആവശ്യമില്ല, നമ്മൾ ഇതുവരെ ഉപയോഗിക്കാത്തതും നമുക്ക് ആവശ്യമില്ലാത്തതാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇത്തരം ആപ്പുകൾ ഡിസേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.